നമസ്കാരം, അമൃതാണ്. ഇപ്പോൾ ഫൈറ്റർ സിനിമ കണ്ടു. ഈ സിനിമയുടെ ട്രെയിലർ കട്ട്സ് ഞാൻ വേറെ ഏതോ ഒരു മൂവി കണ്ടപ്പോഴാണ് തിയേറ്ററിലാണ് അത് എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ട്രെയിലർ കട്ട്സ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴേ എനിക്ക് തോന്നി ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കണ്ട ഒരു CG അല്ല ഈ സിനിമയ്ക്കകത്ത്. കാരണം അത്രയ്ക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ബിയോണ്ട് ദ എനിമി ലൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് മൂവിയുണ്ട്. അതിലും CG ആണ്, പക്ഷേ എങ്കിലും ഒരുപാട് ഒറിജിനൽ വിഷ്വൽസ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. പൊതുവെ ഹോളിവുഡ് മൂവീസിലാണ് അമേരിക്കയുടെ ഒരു സുപ്പീരിയോറിറ്റി, ഒരു എയർ സുപ്പീരിയോറിറ്റി ഒക്കെ കാണിക്കാനായിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ എന്നോണം F-16s ഇതുമൊക്കെ പല സിനിമകളിലും, അതും അവരുടെ എയർ ബേസുകൾ വരെ അവർ അതിനകത്ത് മൂവീസിനകത്ത് കാണിക്കാറുണ്ട്. ബിയോണ്ട് ദ എനിമി ലൈൻസിലായിരുന്നാലും അവരുടെ ഒരുപാട് എയർ ബേസുകളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ ശ്രീനഗറിലുള്ള എയർ ബേസ് ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അതായത് ആ എയർ സ്ട്രിപ്പും അതുപോലെ ചില സ്ഥലങ്ങളൊക്കെ ബോംബ് ചെയ്യുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ CGയിലാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഒറിജിനൽ എയർ ബേസിനകത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ ജോഷി സംവിധാനം ചെയ്ത പണ്ടത്തെ ഒരു സൈന്യം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിനകത്തും പൂനെ എയർ ബേസ് കണ്ടൊക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ സിനിമയുടെ ഏറ്റവും നല്ല ബ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് CG ആയിട്ടുള്ള ഷോട്ട്സും ഒറിജിനൽ ഷോട്ട്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നല്ല വെൽ സിങ്ക്രണൈസ് ചെയ്താണ് അവരതങ്ങനെ CG ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ 3D ഇത് ശരിക്കും ഇത്രയും ഒരു 3D എഫക്ട്സ് ഒക്കെ ഇതിനകത്ത് കിട്ടുമോ എന്നുള്ള എനിക്കൊരു സംശയമായിരുന്നു. അതുകൊണ്ട് തന്നെ 2D കാണാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ 2Dക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് 3D ആണ് എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ 3Dയിൽ ശരിക്കും നമുക്കൊരു ഇമ്മേഴ്സീവ് ഫീലും പ്ലെയിൻസ് ഒക്കെ മുമ്പ് കൂടെ ഫ്ലൈ ചെയ്ത് പോകണമൊക്കെ ശരിക്കും നല്ല ഒരു ഇമ്മേഴ്സീവ് എഫക്റ്റ് ഒക്കെ നന്നായിട്ട് ഈ മൂവിയിൽ കിട്ടിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഇത്രയും ഒരു ഹൈ ഡെഫിനിഷൻ ഗ്രാഫിക്സ് ഒക്കെ ഫസ്റ്റ് ടൈമാണ്. ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അത് കൊച്ചുകുട്ടികളെയൊക്കെ കൊണ്ടുപോയി കാണിക്കേണ്ടത് തന്നെയാണ്. പിന്നെ നല്ല പാട്രിയോട്ടിസം സ്ക്രിപ്റ്റിനകത്ത് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പോർ ചെയ്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഒരു സ്ലോ ടെമ്പോയിലാക്കി ഒരു സ്ലോ പേസിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എന്നാൽ ആ ഒരു റിതം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മൊമെന്റോ അങ്ങനെ കീപ്പ് ചെയ്താണ് മൂവി തുടക്കം മുതൽ ഏതാണ്ട് ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് അവസാനമൊക്കെ എത്തിയപ്പോഴത്തേക്ക് അത് എനിക്ക് തോന്നി ഈ ഹിന്ദി സിനിമ എടുക്കുന്നവരുടെ ഒരു പ്രത്യേകത. അവർ എത്ര നല്ല സാധനം അങ്ങനെ ഒരു ക്ലാസിക് അപ്പീലിൽ എടുത്ത് വന്നിട്ട് അവസാനം കൊണ്ടുപോയി പഴയ ഹിന്ദി സിനിമയുടെ അവസ്ഥയിലാവും. അപ്പം അങ്ങനെ കൊണ്ട് എൻഡ് ചെയ്യിപ്പിക്കുന്ന പാർട്ടിലൊക്കെ നമുക്ക് ഒരുപാട് ഓവർ എക്സാജറേറ്റ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. അതൊക്കെ ശരിക്കും ഇവർ ഫ്ലൈ ചെയ്യുന്നതായിട്ടാണ് ഈ മൂവി. ഫൈറ്റർ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ഫൈറ്റർ എന്നുള്ളത് ആ ഒരു എയർ ഫൈറ്റിംഗ് എന്നുള്ളതിനപ്പുറത്തേക്ക് റിയൽ ഒരു മാസ് ആക്ഷൻ ഫൈറ്റർ ആക്കി അങ്ങ് മാറുകയാണ് അവസാനം. അതെനിക്ക് എത്രത്തോളം ഒരു സുഖമായിട്ട് തോന്നിയില്ല. പക്ഷേ എങ്കിലും സിനിമ സൂപ്പറായിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ദേശഭക്തി, പാട്രിയോട്ടിസം ഒക്കെ അങ്ങനെ ഉയർത്തുന്ന ഒരുപാട് നല്ല നല്ല രംഗങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണങ്ങനെ നിറയ്ക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവസാനത്തെ ആ ഒരു ഫൈറ്റിംഗ് സീക്വൻസ് എനിക്ക് എത്രത്തോളം ഡൈജസ്റ്റ് ആകാത്തതുകൊണ്ട് തന്നെ ഒരു ഔട്ട് ഓഫ് 10 IMDbയിൽ ഞാൻ 9 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് എക്സ്പീരിയൻസ്? ഫൈറ്റർ 3Dയിൽ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. സോ ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് 3Dയിലാണ് അത് കാണുന്നത്. അപ്പോഴൊരു സംശയം ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും 3D എക്സ്പീരിയൻസ്. ബിക്കോസ് നമ്മൾ യൂഷ്വലി ഈ അവഞ്ചേഴ്സ് മാതിരിയുള്ള ഒരു ഫാൻറ്റസി മൂവീസ് അല്ലേ 3Dയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു അതിശയിപ്പിക്കുന്ന ഒരു VFX തന്നെയാണ് അതിനകത്ത്. മീൻസ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഹോളിവുഡ് സ്റ്റൈൽ, ഹോളിവുഡിൽ നിന്നെക്കാളും എനിക്ക് മെച്ചമായിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ആക്ഷൻ സീക്വൻസും പിന്നെ ബാലാക്കോട്ട് അറ്റാക്ക്, പുൽവാമ അറ്റാക്ക്, അതൊക്കെ വളരെ റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസസ് ആണ്. അതിൽ നല്ല രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്ത ഓഡിയൻസിൻ്റെ ഉള്ളിൽ എത്തും. ആ പേട്രിയോട്ടിസമിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു എലിമെൻ്റ് ഉണ്ടല്ലോ, നല്ല രീതിയിൽ അത് എൻറ്റർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സീക്വൻസ് ആണ് കാണിക്കുന്നത്. പല സ്ഥലത്തിലും നമുക്ക് എന്താ പറയുക, നമ്മുടെ സോൾജേഴ്സിനടുത്ത് കാണിച്ചിരിക്കുന്ന ദ്രോഹവും പിന്നെ പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നുണ്ടായ ബിട്രയൽ എല്ലാം നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ക്യാമ്പും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഹൗ ദ പൈലറ്റ്സ് ആർ ട്രെയിൻഡ്, അതിൻ്റെയൊക്കെ ഒരു നല്ല ഒരു ഐഡിയ. ബിക്കോസ് അതിൻ്റെ അകത്ത് നമ്മൾ ഇന്ന് വരെ കയറിയിട്ടില്ല, നമുക്ക് അറിയത്തില്ല അതിനകത്ത് എന്താ നടക്കുന്നത്. ബട്ട് ഹൗ ദ ഡിസിപ്ലിനറി ആക്ഷൻസ് ആർ ടേക്കൺ, ഇതെല്ലാം നല്ല രീതിയിൽ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. അനിൽ കപൂർ, ഋത്തിക് റോഷൻ, ദീപിക പദുക്കോൺ, അതേപോലെ കുറച്ച് സിനി സ്റ്റാർസ്, കരൺ സിംഗ് ഗ്രോവർ, നമ്മുടെ പിപാഷ ബസുയുടെ ഹസ്ബൻഡൊക്കെ ഉണ്ട് അതിനകത്ത്. ബട്ട് എനിക്ക് മൂവി സെക്കൻഡ് ഹാഫ് വരെ എനിക്ക് തോന്നി ഇറ്റ് വാസ് ബ്രെത്ത് ടേക്കിംഗ്. ലൈക്ക് നമുക്ക് കണ്ടിരുന്ന് കംപ്ലീറ്റ് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ബട്ട് ഞാൻ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാകാം അവസാനം ഒരു സീനിൽ ഇവർ ഇജക്ട് ചെയ്ത് പോവുകയാണ് പ്ലെയിനിൽ നിന്ന്. ഋത്തിക് റോഷനും അനിൽ കപൂറും ഫൈറ്റർ, മറ്റേ പാകിസ്ഥാനി ഫൈറ്റർ പൈലറ്റിനെ
ക്രാഷ് ചെയ്യിപ്പിച്ചിട്ട് അവർ ഇജക്ട് ചെയ്ത് പോവുകയാണ്. ആൻഡ് എക്സാക്ട്ലി വേറൊരു സ്ഥലത്തിൽ കുറച്ച് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ടെററിസ്റ്റ് ആയിട്ട് കുറച്ച് നമ്മുടെ ഇന്ത്യൻ ആർമി. അവിടെ എക്സാക്ട്ലി അവർ നിർത്തുകയാണ് കുറച്ച് നിമിഷത്തിൻ്റെ ഉള്ളിൽ. അതൊത്തിരി കോൺട്രഡിക്ടറി ആയിട്ട് എനിക്ക് തോന്നിയതും. പിന്നെ അതേപോലെ തന്നെ അവിടെ കുറച്ച് ആക്ഷൻ സീക്വൻസ് വെച്ചാൽ വളരെ ഈസി ആയിട്ട് ദീപിക പടുക്കോൺ മുകളിൽ കരൺ സിംഗിന്റെ കൂടെ ഉണ്ട്, അവർക്ക് വെടിവെച്ച് കൊല്ലാവുന്നതേ ഉള്ളൂ ഈ ടെററിസ്റ്റിനെ. പക്ഷെ അവിടെ ചെന്നിട്ട് ജീപ്പിന്റെ അകത്ത് കുറെ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ അവൻ പിന്നെ ജീപ്പിന്ന് പറന്ന ഒരു ഹെലികോപ്റ്ററിന്റെ മുകളിൽ തൂങ്ങിയെത്തി. അതിന്റെ ആവശ്യമില്ലായിരുന്നു അവിടെ. എനിക്ക് ഒരു ജസ്റ്റ് ബിക്കോസ് നമ്മൾ അത്ര റിയലിസ്റ്റിക് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻസിന് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഫിലിം, ഭയങ്കരമായിട്ട് ബ്ലോക്ക് ബസ്റ്ററൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ബട്ട് ദാറ്റ് പോർഷൻ എനിക്കൊരു ചെറിയതായിട്ട്, ബിക്കോസ് ഞാൻ വളരെയധികം റിയലിസ്റ്റിക് ആയിട്ട് കണ്ടത് കൊണ്ടാകാം എനിക്കതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലാസ്റ്റത്തെ ആ 5 minutes. അതർവൈസ് ഇറ്റ് വാസ് സൂപ്പർ. ആക്ഷൻ സീക്വൻസ് ആൻഡ് നമുക്ക് കണ്ടെടുക്കാൻ തോന്നൂല ആ ഫൈറ്റർ പൈലറ്റ്സ് ഒക്കെ ആ ഓടിക്കുന്ന ആ പ്ലെയിൻ ഓടിക്കുന്ന സീൻസും സീക്വൻസും പിന്നെ ട്രെയിനിങ്ങിനും അവരുടെ ആ ട്രെയിനിങ് ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ആ സീക്വൻസ്. അതൊക്കെ വി ഷുഡ് വാച്ച് ദാറ്റ്, എവ്രിബഡി ഷുഡ് വാച്ച് ദാറ്റ്. മീൻസ് റിപ്പബ്ലിക് ഡേയിൽ അത് ഇറക്കിയത് തന്നെ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരുടെ ഉള്ളിൽ ആ ഒരു പേട്രിയോട്ടിസം, ആ ഒരു നമുക്ക് ആ നാഷണൽ ഫീലിംഗ് ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരുപാട് മൂവീസ് അങ്ങനെ വന്നിട്ടുണ്ട്, ഇല്ലയെന്നല്ല. ബട്ട് ദിസ് ഇസ് ആൻ എക്സ്ട്രോർഡിനറി മൂവി, എവ്രിബഡി ഷുഡ് വാച്ച്, എസ്പെഷ്യലി ചിൽഡ്രൻ ഷുഡ് വാച്ച്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ദീപിക പടുക്കോണും ഋതിക് റോഷൻ്റെ ഒരു റൊമാൻസ് കാണിക്കുന്നുണ്ട് അതിനകത്ത്. ബട്ട് അത് ഒരു സ്റ്റീരിയോടൈപ്പിക്കൽ ബോളിവുഡ് മൂവിയുടെ റൊമാൻസിനെക്കാളും ഡിഫറെന്റ് ആണ് കേട്ടോ ഇവിടെ. അത് നമുക്ക് എനിക്ക് തോന്നി അവസാനം ആകുമ്പോഴേക്ക് ആ റൊമാൻസിനായിരിക്കും കൂടുതൽ എംബെഡ് ചെയ്യുന്നത്, കോളമാകും. പക്ഷെ അത് ലാസ്റ്റ് നമ്മൾ എഴുന്നേറ്റ് പോയല്ലോ, ലാസ്റ്റ് ഒരു പാട്ടൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ കാണാൻ നിന്നില്ല. ബട്ട് ആ റൊമാൻസിനെക്കാളും ദാറ്റ് മീൻസ് ആ മൂവി റൊമാൻസിന് അല്ല, മീൻസ് ആ റൊമാൻസിന് വാല്യൂ കൊടുക്കാതെ പേട്രിയോട്ടിസംനാണ് ഇതിന് വാല്യൂ കൊടുത്തിരിക്കുന്നത് പ്യുവർലി. എന്ന് പറഞ്ഞാൽ റൊമാൻസ് ഇല്ലെന്നല്ല, റൊമാൻസ് അവരുടെ ഉള്ളിലുണ്ട്. ബട്ട് ദേ ഹാവ് ദ ലവ് ഫോർ ദ നേഷൻ ഇസ് അബവ് ദ ലവ് ഫോർ ഹ്യൂമൻ ബീങ്സ്. അങ്ങനെ ഒരു അതുകൊണ്ട് മാത്രം ഞാൻ ഇതിന്റെ 4.5 out of 5 അല്ലെങ്കിൽ ഇപ്പോൾ IMDb-ലാണെങ്കിൽ I will say I'll give 9.5 out of 10. അതർവൈസ് എല്ലാം കൊണ്ട് നല്ല ഒരു സ്പെക്ടാക്കുലർ വാച്ച് തന്നെയാണ്, യു മസ്റ്റ് വാച്ച്. പിന്നെ ഈ സിനിമയുടെ CG എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇപ്പോൾ ടോപ്പ് ഗണ്ണായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ടോപ്പ് ഗണ്ണിനകത്ത് ശരിക്കും ടോം ക്രൂസ് മോക്ക് ചെയ്തിട്ടായിരുന്നാലും ആ F-16 എന്നുള്ളത് മോക്ക് ചെയ്തിട്ടായിരുന്നാലും വേറെ എയർക്രാഫ്റ്റ് ആള് ഫ്ലൈ ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല വിഷ്വൽസ് അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു കുറച്ചും കൂടെ ഒരു ഇമ്മേഴ്സീവ് ഫീൽ. എനിക്ക് നമ്മൾ 2D കണ്ടല്ലേ ടോപ്പ് ഗൺ? അതെ, നമ്മൾ 2D കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു ഇമ്മേഴ്സീവ് ഫീലൊന്നും അത് ആ ഒരു സിനിമ തന്നില്ലായിരുന്നു. പക്ഷെ എങ്കിലും നമ്മൾ ആ വേൾഡ് ക്ലാസ് മൂവീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ ബഡ്ജറ്റൊക്കെ എക്സ്ട്രീം ബഡ്ജറ്റാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ബഡ്ജറ്റിലാണ് ആ മൂവിയൊക്കെ മേക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും ഒരു ഇന്ത്യൻ സിനിമ ഇത്രയും നല്ലൊരു ഹൈ ഗ്രേഡ് ഹൈ ഡെഫിനിഷൻ വിഷ്വൽ എഫക്ട്സും ഗ്രാഫിക്സും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നതിൽ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ സിനിമ ശരിക്കും ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്. അതായത് ഒട്ടും അങ്ങോട്ട് ആവശ്യമില്ല. ഈ അവസാനത്തെ കുറച്ച് ഫൈറ്റ് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ വളരെ വെൽ പ്രിസൈസ്ഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ആണ്. അതും ഈ ഒരു സിനിമയുടെ ഒരു വലിയ ബ്യൂട്ടിയാണ്. ആവശ്യമില്ലാത്ത ഒന്നുമില്ല. എൻറ്റയർലി നമ്മളെടുത്ത് ഈ ഇങ്ങനെയുള്ളൊരു ടീമിൻ്റെ കൂടെ ഇപ്പോൾ യാത്ര ചെയ്യുന്ന അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന അവരുടെ സന്ദർഭങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.